മനോഹരമായ വ്യത്യസ്ത ഇടങ്ങളിൽ വ്യത്യസ്ത സ്ഥലങ്ങളിലായി കടന്നുപോകാനും കർത്താവിനെ സത്യത്തിലാക്കാനും ആരാധിക്കുവാനും ഒരു ലോകാവസരത്തിനായി ജീവിക്കുന്നു. കർത്താവിനെ ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന സഭയിലെ പ്രിയപ്പെട്ട എല്ലാ ജനങ്ങളെയും കൊടുക്കുന്നവരാണ്. ഈ നാളുകളിൽ ദൈവമാണ് കൊടുത്തിരിക്കുന്ന ഇന്ന് മുതൽ ആരംഭിക്കുന്ന കർത്താവെ 65 സമാധാന ആഘോഷങ്ങൾ, ക്രിസ്മസ് ആഘോഷങ്ങൾ, ആഘോഷങ്ങൾ എല്ലാം പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ഏറ്റവും ധന്യമായി പ്രതിഷ്ഠിക്കുന്നതിന് പ്രാർത്ഥിക്കുന്നു. ദൈവനാമത്തിന് മാത്രമുണ്ടാകട്ടെ. ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഈ സഭയിലെ സഭാധ്യക്ഷയായ ഡോക്ടർ TS ജോൺ അച്ഛനോട് കൊച്ചമ്മ, അച്ഛൻ്റെ പ്രിയപ്പെട്ട മക്കൾ അപ്പവും അമ്മു, സഭാ സെക്രട്ടറി ഷൈൻകുമാർ, അക്കൗണ്ടന്റ് രഞ്ജിത്ത്, എൻ്റെ പ്രിയപ്പെട്ട നോവൽ മത്സർ, ഇവിടെ സ്വാഗതം പറഞ്ഞ ജോസിന സഭാകർമ്മങ്ങളെ, സഭാജനങ്ങളെ എല്ലാവർക്കും വീണ്ടും വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ബ്രിട്ടനിൽ വർഷങ്ങൾക്ക് മുമ്പ് ഒരു സഭാദിന ആഘോഷത്തോടനുബന്ധിച്ച് നടന്ന കൺവെൻഷൻ യോഗത്തിൽ 10 വയസ്സുള്ള ഒരു ബാലൻ സംബന്ധിക്കുകയായിരുന്നു. സ്തോത്ര കാഴ്ചയ്ക്കുള്ള സമയമായി. സ്തോത്ര കാഴ്ച സ്വീകരിക്കുന്ന വ്യക്തി ഒരു താരവുമായി ആൾക്കാരുടെ അടുക്കിലേക്ക് വരികയാണ്. ഈ ബാലന്റെ അടുക്കിലേക്ക് ആ താരവുമായി വരുമ്പോൾ അവരാകെ അസ്വസ്ഥനാണ്. ആ താരത്തിൽ സമർപ്പിക്കുവാൻ അവന്റെ പക്കൽ യാതൊന്നും തന്നെ ഇല്ലായിരുന്നു. ഒരു പൈസ പോലും അവന്റെ പക്കലില്ലായിരുന്നു. അവന്റെ ഉള്ളിൽ വളരെയധികം തേങ്ങലുണ്ടായി. വളരെ വിനയത്തോടെ ആ ബാലൻ ആ കൺവെൻഷൻ യോഗത്തിൽ ഇരുന്നുകൊണ്ട് ഇപ്രകാരം മനസ്സിൽ പറഞ്ഞു, അല്ലയോ ദൈവമേ, എന്റെ പോക്കറ്റ് കാര്യമാണ്. ഈ താലത്തിൽ സമർപ്പിക്കുവാൻ എന്റെ കൈവശം ഒരു നാണയത്തിന് പോലുമില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ വ്യവസ്ഥ ചെയ്യുന്നു. വ്യവസ്ഥകളില്ലാതെ എന്റെ ജീവിതം അങ്ങേക്കായി ഇന്നു മുതൽ ഞാൻ സമർപ്പിക്കുന്നു എന്ന് ആ ബാലൻ പറയുന്നുണ്ട്. അങ്ങനെ വ്യവസ്ഥകളില്ലാതെ തന്റെ ജീവിതം ദൈവസന്നിധിയിൽ സമർപ്പിച്ച ആ ബാലന്റെ പേരാണ് ബ്രിട്ടനിലെ വലിയൊരു മിഷണറിയായ ഹഡ്സൺ ടൈലർ എന്ന് പറയുന്ന മിഷണറി. 51 വർഷക്കാലം ശൈലിയിലെത്തി ക്രിസ്തുവിന് വേണ്ടി സമർപ്പിച്ച് തന്റെ ജീവിതം മുഴുവനായി സമർപ്പിച്ച് അവിടെ മരിച്ച് ജീവിതം അവിടെ അവസാനിപ്പിച്ച ആ മിഷണറിയുടെ പേരാണ് ഞാൻ പറഞ്ഞ ഹഡ്സൺ ടൈലർ. ഇതുപോലെ ക്രിസ്തുവിന് വേണ്ടി ഇവിടെ വന്ന് തങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിച്ച ഒരുപാട് വിശ്വാസവീരന്മാരായ മിഷണറിമാരുടെ പ്രവർത്തനങ്ങളെ ഓർക്കുന്നതാണ് നമ്മുടെ ഈ LMS പാരമ്പര്യമുള്ള ക്രൈസ്തവ സഭാജനങ്ങൾ. നമുക്കറിയാം, LMS മിഷണറിമാരുണ്ട്, റൂറൽ മിഷണറിമാരുണ്ട്, സ്പാനിഷ് മിഷണറിമാരുണ്ട്, അങ്ങനെ ഒട്ടനവധി CMS മിഷണറിമാരുണ്ട്. ഒരുപാട് മിഷണറിമാർ ഇവിടെ കടന്നു വന്ന് ദൈവ പ്രഘോഷണം നടത്തി ജനമല്ലാതെ നമ്മെ ജനമാക്കി മാറ്റിയപ്പോൾ നമുക്ക് ഒരുപാട് നന്മകൾ, ഒരുപാട് വേദനകൾ, യാതനകൾ അനുഭവിച്ചാണ് അവർ നമ്മെ ചേർത്ത് അടച്ചത്. ചില മാസങ്ങൾക്ക് മുമ്പ് ഒരു കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടു ഞാനിവിടെ ക്രൈംബ്രാഞ്ചിലാണ്. ഞാൻ കൊല്ലം, പത്തനംതിട്ട ജില്ലകളുടെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം DSP-യാണ്. ഒരു കേസിന്റെ അന്വേഷണമായി കൽക്കട്ടയിൽ പോയി 20 ദിവസത്തോളം കൽക്കട്ടയിൽ താമസിക്കുവാനിടയായി. അപ്പോൾ ഞങ്ങളുടെ ജോസ് എന്ന് പറയുന്ന CNI കത്തീഡ്രൽ സഭ, നമുക്കിവിടെ CSI പോലെ ചർച്ച നോർത്ത് ഇന്ത്യയിലെ വലിയൊരു കത്തീഡ്രൽ സഭയിൽ പോകുവാനിടയായി. എന്നോടൊപ്പം 4 അക്രൈസ്തവ സഹോദരന്മാർ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ആലയത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവർ ചോദിച്ചു, എന്താണ് സാർ ചിലരുടെ പേരൊക്കെ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു? 10 വയസ്സുള്ള, 15 വയസ്സുള്ള, 25 വയസ്സുള്ള വിവിധ പ്രായത്തിൽപ്പെട്ട ഐലേരികളുടെയും അച്ഛന്മാരുടെയും
കമ്മീഷണർമാരുടെയും പോലീസ് കമ്മീഷണർമാരുടെയും കൽക്കട്ടയിലെ പോലീസ് കമ്മീഷണർമാരുടെ പേരൊക്കെ മാർബിളിൽ കൊത്തിവെച്ചിട്ടുണ്ട്. ജനനം മരണം. ഞാൻ അവരോട് പറഞ്ഞു, അവർ ഈ നാട്ടിൽ വന്ന് ശുശ്രൂഷ ചെയ്ത് ദൈവത്തിന് വേണ്ടി സമർപ്പിച്ച് ഒരുപാട് കൃഷി പ്രവർത്തനങ്ങൾ നടത്തി ഇവിടെ മരിച്ചടക്കപ്പെട്ടവരുടെ പേരുകളാണ് ആ പള്ളിയുടെ പിൻഭാഗത്ത് മാർബിളിൽ കൊത്തിവെച്ചിരിക്കുന്നത് ദൈവം പറയുന്നത്. ഒരുപക്ഷെ നമുക്കൊരു മാതൃകയാണ്. നമുക്ക് ഇന്ന് അനുഭവിക്കുന്ന ഈ സന്തോഷം, ഈ സ്നേഹം, ഈ സമാധാനം ഒരുപാട് കൃഷിവര്യന്മാർ ഇവിടെ വന്ന് അവരുടെ വേദനകളിലും നൊമ്പരങ്ങളിലും പ്രയാസങ്ങളിലും അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് നമുക്ക് ശുശ്രൂഷ ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്കിങ്ങനെ അനുഭവിക്കാൻ കഴിയുന്നത്. അപ്പോൾ ഞാൻ പലപ്പോഴും ജോൺ ബോസ്കോ പറഞ്ഞതിനെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത അവസരം എന്നുള്ളത്, ഇന്ന് നിങ്ങൾക്ക് മനോഹരമായ ആലയമുണ്ട്, മനോഹരമായ വിഷയങ്ങളുണ്ട്, എല്ലാ സൗഭാഗ്യങ്ങളും ദൈവം തന്നുവെങ്കിലും അദ്ദേഹം അവിടെ ശുശ്രൂഷ ചെയ്യുന്ന കാലഘട്ടത്തിൽ അമ്മൂനെ അന്ന് പ്രസവിച്ചിട്ടേ ഉള്ളൂ. കോരിച്ചൊഴിയുന്ന മഴയത്ത് നിങ്ങളുടെ ആലയത്തിലെ ഓടുകൾ പാറി പറക്കുമായിരുന്നു. അവർ താമസിച്ചിരുന്ന മിഷൻ കിടക്കുന്നത് ഓല വാങ്ങി ഈ കമുക് കീറി തട്ടടിച്ച്, എന്നാൽ അതിന് ചോർന്ന് നീക്കിയുള്ള ഒരു മിഷൻ വീട്ടിലാണ് അച്ഛൻ താമസിച്ച് ശുശ്രൂഷ ചെയ്തത് നോക്കിക്കുമ്പോൾ. എന്നാൽ അച്ഛൻ പോകുന്ന സമയത്ത് എനിക്ക് 2004 മനോഹരമായ ഒരു മിഷൻ വീട് ഞങ്ങൾ പ്രതിഷ്ഠിച്ചുവെങ്കിലും അച്ഛൻ അത് താമസിച്ചില്ല. അച്ഛൻ പഴയ മിഷൻ വീട്ടിൽ തന്നെ താമസിച്ചുകൊണ്ട് അവിടെ കടന്നു പോകുമ്പോൾ ഞാൻ ഓർമ്മിക്കുന്നത്, ഇപ്പോഴും ഇങ്ങനെയുള്ള ഒരുപാട് കൃഷ്ണ വര്യന്മാരെ അനുസ്മരിക്കുന്ന, ഓർമ്മപ്പെടുത്തുന്ന, അവരുടെ പിന്തുടർച്ചക്കാരായ ഒരുപാട് വൈദികർ നമുക്ക് ദക്ഷിണ കേരള മഹാനഗരിയിൽ ഉണ്ട് എന്നുള്ളത് അഭിമാനത്തോടു കൂടി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരുപാട് പേരുണ്ട്. അച്ഛനെ പോലെ ഒരുപാട് പേർ, നമുക്ക് കുറവുകളും കുറ്റങ്ങളും ഉണ്ടെങ്കിലും ഒരുപാട് പേർ തങ്ങളുടെ എല്ലാ സുഖങ്ങളും ഉപേക്ഷിച്ച്, തങ്ങളുടെ എല്ലാ സന്തോഷങ്ങളും ഉപേക്ഷിച്ച് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുപാട് അച്ഛന്മാരെയുണ്ട്. അതുകൊണ്ട് തന്നെ അച്ഛൻ രണ്ടാമത് എന്നെ ഇവിടെ വിളിക്കുമ്പോൾ ഏതൊരു വൈമനസ്യവും കൂടാതെ ഞാനിവിടെ കടന്നു വന്നത് അച്ഛൻ വന്ന് കാണുവാനും, എൻ്റെ ഭാര്യയും പറഞ്ഞു എനിക്കും അച്ഛനെയും കുടുംബത്തെയും ഒന്ന് കാണണം, ഞാനും കൂടെ വരികയാണ്. അല്ലെങ്കിൽ ആലയത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഒരാളല്ല, എന്നോടൊപ്പം വരികയുണ്ടായി. ആ സന്തോഷം പങ്കിടുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധി മാറ്റിയ, വേദനകളിൽ വേദനകളെ മാറ്റിയ, നൊമ്പരങ്ങളിൽ നൊമ്പരങ്ങളെ മാറ്റിയ, ദാരിദ്ര്യങ്ങളിൽ ദാരിദ്ര്യത്തെ മാറ്റിയ, നമ്മുടെ ജീവിതം എന്തെന്ന് നമ്മളെ പഠിപ്പിച്ചത് നമ്മുടെ സഭയാണെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു അനുഭവം നമുക്ക് കിട്ടുമ്പോൾ ആ യേശുവിന്റെ ശബ്ദമാകുവാനും തലമുറകൾക്ക് പകർന്നു കൊടുക്കുവാനും നമുക്ക് കഴിയണം എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കൽ യൂറോപ്പിലെ പോളണ്ട് എന്ന് പറയുന്ന രാജ്യത്ത് ക്രിസ്മസിന്റെ നാളുകളിൽ, തണുപ്പുള്ള ആ നാളുകളിൽ ഒരു ബാലൻ കീറിപ്പറഞ്ഞ വസ്ത്രം ധരിച്ച് ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി വളരെ വിഷമത്തോടുകൂടി ഒരു ഷോപ്പിന്റെ മുന്നിൽ നിൽക്കുകയാണ്. ആ ഷോപ്പിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ സുന്ദരിയായ ഒരു അമ്മ, ഒരു സ്ത്രീ ആ ഷോപ്പിലേക്ക് കടന്നു വരുമ്പോൾ ഇവനോട് കുശലാന്വേഷണങ്ങൾ നടത്തി കാര്യങ്ങൾ മനസ്സിലായി. പാവപ്പെട്ട വീട്ടിലെ ഒരു കുട്ടി വളരെ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കുട്ടി. അവരെ ആ ഷോപ്പിലേക്ക് അമ്മ കൊണ്ടുപോയി അവനാവശ്യമായ ഭക്ഷണങ്ങൾ വാങ്ങി നൽകി, അവന്റെ ശരീരമാസങ്ങൾ വൃത്തിയാക്കി, അവന് നല്ല ഉടുപ്പുകൾ ഒക്കെ വാങ്ങി നൽകി, അവന് വീണ്ടും കഴിക്കുവാൻ, ദിവസങ്ങൾ കഴിക്കുവാൻ ഭക്ഷണപ്പൊതികൾ അവന്റെ കയ്യിൽ വാങ്ങിക്കൊടുത്ത് അവന് വീണ്ടും പുതുവസ്ത്രങ്ങൾ വാങ്ങി നൽകി അവനടുത്ത് പറഞ്ഞിരിക്കുമ്പോൾ ആ കുട്ടി ആ അമ്മയോട്, ആ സ്ത്രീയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ യേശുവിന്റെ ആരെങ്കിലും ആണോ? നിങ്ങൾ യേശുവിന്റെ ആരെങ്കിലും ആണോ? യഥാർത്ഥത്തിൽ നമ്മളെയൊക്കെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നാം ക്രിസ്ത്യാനികളായി ഒരു കാലഘട്ടത്തിൽ ഒന്നുമല്ലാതിരുന്ന നമ്മെ ദൈവവിധത്തോളം ആക്കിയിരിക്കുമ്പോൾ നമുക്കും അങ്ങനെ നാം യേശുവിന്റെ ആരെങ്കിലും ആണോ എന്ന് നമ്മോട് ചോദിക്കുന്ന ചോദിക്കുവാൻ തക്കവണ്ണം നാം പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ 55 വർഷമായി ഈ സഭയ്ക്ക് വേണ്ടി അധ്വാനിച്ച ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ട്, നമ്മെ വിട്ടുപോയവരുണ്ട്, ജീവിച്ചിരിക്കുന്നവരുണ്ട്. അവരെയൊക്കെ വളരെ നന്ദിയോടുകൂടെ ഞാൻ സ്മരിക്കുകയാണ്.
ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. നിങ്ങൾക്ക് ഏവർക്കും 65 സഭാദിന ആഘോഷങ്ങൾ ഞാൻ നേരുകയാണ്. അല്പസമയം ചിന്ത കേട്ടിരിക്കുന്ന വേദഭാഗം അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായം അതിന്റെ 10 മുതൽ 18 വരെയുള്ള വേദഭാഗങ്ങൾ. നമുക്ക് വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണിത്. കാരണം ഇന്നത്തെ മാർക്കറ്റ് വില പരിശോധിച്ചാൽ 5000 കോടിയുടെ ആസ്തിയുള്ള ഒരു യുവാവ് ക്രിസ്തുവിനെ ഉപദ്രവിക്കുവാൻ അധികാരപത്രം വാങ്ങി യെരുശലേമിൽ നിന്നും ദമസ്കോസിലേക്കുള്ള 140 മൈൽ അവനിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ആ യാത്രക്കിടയിൽ അവരുടെ കൈവശം ഒരു അധികാരപത്രമുണ്ട്. ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുവാനുള്ള അന്നത്തെ അധികാരികളിൽ നിന്ന് വാങ്ങിയ അധികാരപത്രം. പക്ഷേ വഴിയിൽ വെച്ച് ഒരു സംഭവം അവിടെ നടക്കുകയാണ്. യേശു അവിടെ പിടിക്കുകയാണ്. ഒരു അത്ഭുതം നടക്കുകയാണ്. അവന്റെ കണ്ണ് കാഴ്ചയില്ലാത്തവരായി 3 ദിവസം അവന് കഴിയേണ്ടി വന്നു. ദൈവം അവനെ പിടിച്ച് അവനെ ഉടച്ചു കിടന്നു. എന്നിട്ട് ദൈവം അവിടെ ചെയ്യുന്നത് അനന്യാസ് എന്ന ദൈവദാസനെ ഒരു നിയോഗം ഏൽപ്പിക്കുന്നു. അനന്യാസെ ഇങ്ങനെ പൗലോസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇങ്ങനത്തെ കാഴ്ച ഇല്ലാത്തതായി കഴിയുകയാണ്. നീ അവിടെ പോയി അവനോട് സംസാരിച്ച് കർത്താവാണ് എന്നെ അയച്ചിരിക്കുന്നത് എന്നുള്ള ദൗത്യം അവനോട് പറയണം. അപ്പൊ അനന്യാസിന്റെ പേടിക്കാണ്. ദൈവമേ, അവന്റെ കൈവശം ഒരുപാട് പണമുണ്ട്, അവൻ കോടീശ്വരനാണ്, ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കാനുള്ള താമപത്രം അവന്റെ കയ്യിലുണ്ട് എന്ന് പറയുമ്പോൾ ക്രിസ്തു അവനെ യഥാർത്ഥത്തിൽ ആ ക്രിസ്തുവിന്റെ ദൗത്യം പിൽക്കാലത്ത് പ്രഘോഷിക്കുവാനുള്ള ഒരു സുവിശേഷ പ്രഘോഷകനായി പൗലോസിനെ കാണുമ്പോൾ അന്നത്തെ ജനം അവനെ ക്രിസ്തുവിനെ മക്കൾ ഉപദ്രവിക്കുന്ന ഒരു ഉപദ്രവകരായിട്ട് കണ്ടുവെന്നാണ് വേദപുസ്തകമാണ് പഠിപ്പിക്കുന്നത്. എന്നാൽ ക്രിസ്തുവിന്റെ ദൗത്യ നിർവഹണത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ശുദ്ധീകരിക്കപ്പെട്ട കരകളഞ്ഞ ഒരു സുവിശേഷകനെ ദൈവം പൗലോസിൽ കാണുകയാണ്. വലിയ വലിയ പ്രശ്നങ്ങളിൽ തളരാതെ പൗലോസ് എന്ന ആ യുവാവ് ഒരു സുവിശേഷ പ്രഘോഷകനായി മാറിയെന്നാണ് ലേഖനത്തിലുടനീളം വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ തന്റെ ജീവിതത്തിൽ മരണത്തോട് മല്ലടിച്ചിട്ടും തന്റെ കപ്പൽ അപകടത്തിൽപ്പെട്ടിട്ട് തനിക്ക് ഒരുപാട് ദേഹോദ്യമം ഏൽക്കേണ്ടി വന്നിട്ടും കാട്ടിലും കടലിലും ഒരുപാട് ബുദ്ധിമുട്ടുകളും ദാരിദ്ര്യങ്ങളും അനുഭവിക്കേണ്ടി വന്നിട്ടും സ്വന്തം ജനത്താൽ പോലും ഒരുപാട് വേദനകൾ അനുഭവിക്കേണ്ടി വന്നിട്ടും പൗലോസിനെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനും പാവപ്പെട്ടവരെ ക്രിസ്തുവിനോട് ആനയിക്കുവാനും യഥാർത്ഥ ഒരു സുവിശേഷ പ്രഘോഷകനായി ക്രിസ്തുവിന്റെ ദൗത്യ നിർവഹണത്തിൽ പങ്കുചേരുവാനും കഴിഞ്ഞു എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ പൗലോസിന് സാധിച്ചതുപോലെ നമുക്കും സാധിക്കണം. ക്രിസ്തുവിന്റെ സുവിശേഷ പ്രഘോഷകരാകുവാൻ നമുക്ക് കഴിയണം. ഇന്ന് അതിന് കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം. മോഹൻ സാർ എന്നോട് ഇവിടെ വന്നപ്പോൾ പറഞ്ഞു, ഞാനാണ് പ്രായത്തിൽ മൂത്തത്, ബാക്കിയുള്ള കമ്പനിക്കാരൊക്കെ ചെറുപ്പമാണെന്ന് പറഞ്ഞു. സാർ മൂത്തതല്ല, മുടിതരത്തിലല്ല, കണ്ട് കാണുമ്പോഴേക്കും ഇരിക്കുകയാണ്. ഞാൻ പറഞ്ഞത് ഇന്നത്തെ തലമുറ പുത്തൻ തലമുറയ്ക്ക് പള്ളി ഇഷ്ടമല്ല, പള്ളിയിൽ എന്നത് ഇഷ്ടമല്ല, ആരാധന ഇഷ്ടമല്ല. ഇവിടെ ഇപ്പോൾ നിറച്ച ആൾക്കാരെ കാണാൻ സന്തോഷിക്കുകയാണ്. സത്യം അച്ഛൻ അഭിനന്ദിക്കുകയാണ്. നിങ്ങൾ ഒരുമിച്ച് അച്ഛനും പറഞ്ഞു വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വ്യത്യസ്ത ആശയങ്ങളുണ്ടെങ്കിലും പള്ളിയിൽ നിങ്ങൾ ഒന്നാണ് നിങ്ങൾ ചർച്ച ചെയ്യാറില്ലെന്ന് പറഞ്ഞു. അത് തന്നെയാണ് വേണ്ടത്. ഇന്ന് പലപ്പോഴും മാനേജ്മെന്റിലാണല്ലോ പുത്തൻ തലമുറ വേറെ എന്തിൻ്റെയോ തെറ്റിലേക്ക് കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് തെറ്റിലേക്ക് അച്ഛൻ പ്രാർത്ഥിച്ചവരെ ശ്രദ്ധിച്ചു. മദ്യവും മയക്കുമരുന്നിന്റെയും മയക്കുമരുന്ന് 2 വർഷം ഞാൻ നർക്കോട്ടിക് സെല്ലിന്റെ DSP കോടതിയിൽ ജോലി ചെയ്തതാണ്. സങ്കടം തോന്നി. 6 കുട്ടികൾ, 6 നല്ല കുടുംബത്തിലെ കുട്ടികൾ ആത്മഹത്യ ചെയ്തു. ഒരു ദിവസം 3 കിലോ കഞ്ചാവ് പിടിച്ചു. പിറ്റേ ദിവസം നർക്കോട്ടിക്കിന്റെ DSP നിലയ്ക്ക് ഞാൻ അവർ പോലീസ് സ്റ്റേഷൻ 32 പോലീസ് സ്റ്റേഷനാണ് കോട്ടയം ജില്ലയിൽ. ആ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കുറുക്കളെ കണ്ടി കൊടുക്കാൻ ഞാൻ പോയിട്ട് 2 പ്രതികളെ അറസ്റ്റ് ചെയ്തു. തിരിച്ചിറങ്ങി വരുമ്പോൾ സാധാരണ സീനിയർ ഓഫീസേഴ്സ് പോകുമ്പോൾ CA SI പോലീസുകാർക്ക് ജീപ്പോ 2 സർവീസ് നിർത്തുന്ന പരിപാടിയുണ്ട്. അവരെന്നോടൊപ്പം 2ാം നിലയിൽ അനുഗമിച്ച് ജീപ്പിന്റെ അടുത്തേക്ക് വന്നു. വന്നപ്പോൾ ആ പോലീസ് സ്റ്റേഷന്റെ സൈഡിൽ 27 വയസ്സുള്ള സുന്ദരിയായ ഒരു പെൺകുട്ടി 3 വയസ്സുള്ള ഒരു കൈക്കുഞ്ഞുമായിട്ട് നിർത്തുകയാണ്. അപ്പൊ ഈ സബ് ഇൻസ്പെക്ടർ എന്നോട് പറഞ്ഞു, സാർ ഈ പെൺകുട്ടിയെ നമുക്ക് ഉടനെ തന്നെ അറസ്റ്റ് ചെയ്യുന്നു. ഞാൻ ചോദിച്ചു എന്താ കാരണം? അപ്പൊ അവരെന്നോട് പറഞ്ഞു, സാർ നമ്മളെടുത്ത കാർഡ് ഡീറ്റെയിൽസ് വെച്ച് 3 ATM അക്കൗണ്ട് വഴി ലക്ഷക്കണക്കിന് രൂപ കഴിഞ്ഞ 1.5 വർഷമായി ട്രാൻസാക്ഷൻ നടത്തുന്ന
വന്നിരിക്കുന്നത് ഈ കുട്ടിയുടെ അക്കൗണ്ട് വഴിയാണ്. അപ്പൊ 3 ATM കാർഡ് ഇവരിൽ നിന്ന് പിടിച്ചെടുത്തു. അപ്പൊ സാമ്പത്തിക പുതിയ നിയമം അനുസരിച്ച് സാമ്പത്തികമായി സഹായിക്കുന്നതിന് വേണ്ടിയതിനൊക്കെ നമുക്ക് പ്രതികളാക്കേണ്ടി വരും. കേവലം 3 ദിവസം കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടി അറസ്റ്റ് ചെയ്തു. ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ ഏകദേശം 1.25 വർഷമായി ഇപ്പോഴും ആ പെൺകുട്ടിക്ക് ജാമ്യം കിട്ടിയില്ല എന്നുള്ളതാണ്. മംഗലാപുരം മെഡിക്കൽ കോളേജിൽ MBBS 3ാം വർഷം പഠിക്കുമ്പോൾ ഈ പയ്യന്മാരുടെ പഠനത്തിലായിരുന്നു. അവിടെ MBBS പഠനം ഉപേക്ഷിക്കേണ്ടി വന്നു. തുടർന്ന് ഇവരോടൊപ്പം പോയി MBBS പഠനം ഉപേക്ഷിച്ചതിന് ശേഷം ഒരു ലാബ് ടെക്നീഷ്യനായിട്ട് ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ പഠിച്ച് ആഗ്രയിലെ ഒരു കുഗ്രാമത്തിൽ ഒരു ലേബർ അസിസ്റ്റന്റായിട്ട് കുട്ടി ഇന്നും ഈ നാളുകളിൽ ജോലി ചെയ്യുകയായിരുന്നു. കോട്ടയത്തിലെ പ്രശസ്തമായ ഒരു കുടുംബത്തിൽ ആഗ്രഹമുണ്ടെങ്കിൽ ഒരു ഏക മകളായിട്ട് കുട്ടി. ആ കുട്ടിയുടെ ഭാവി എവിടെ? ഞാൻ എന്തുകൊണ്ട് ചോദിക്കുന്നത്, ഒരുപാട് ക്രിസ്തീയ കുടുംബത്തിലെ കുട്ടിയാണത്. ക്രിസ്തീയ കുടുംബത്തിലെ കുട്ടികൾ പോലും ഇന്ന് ആരാധനയ്ക്ക് വരാതെ, ക്രിസ്തീയ വിശ്വാസമില്ലാതെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൃഷിക്കാർ അവർക്ക് വേറെ ജോലിയൊന്നും ഇല്ലാതിരുന്നത് കൊണ്ടല്ല, അവിടെ കുടുംബങ്ങളും മക്കളെയും എല്ലാം ഉപേക്ഷിച്ച് ധനത്തപേക്ഷിച്ച് മനുഷ്യനാക്കുവാൻ വേണ്ടി ഇവിടെ വന്നുവെങ്കിൽ ആ ദൗത്യം നേരിടുവാൻ ആൾക്കാരില്ല എന്ന് പറയുവാനാണ് ആഗ്രഹിച്ചത്. പുത്തൻ തലമുറകളിലൊന്നും താല്പര്യമില്ല. കാരണം അപ്പനമ്മമാർ സുഭിക്ഷമായിട്ട് കഷ്ടപ്പെട്ട് അവർ അധ്വാനിച്ചിരിക്കുമ്പോൾ അതിനെ തീർക്കുക എന്നുള്ളതല്ലാതെ ഒരു പുത്തൻ ദൗത്യത്തിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ് സത്യം. ലോകത്തിലെ ഏറ്റവും സുഖമുള്ള മനുഷ്യനെന്ന് പറയുന്നത് മറ്റുള്ളവരുടെ സുഖത്തിന് വേണ്ടി പരിശ്രമിക്കുന്നവർ എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ നാം ഈ CSI ആഴക്കോട്ടുള്ള സഭയിലെ ആശുപത്രികൾ അങ്ങനെയല്ലാതെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം നിങ്ങൾ മാതൃകയുള്ളവരാണ്. നിങ്ങൾ ക്രിസ്തീയ ദൗത്യം ഏറ്റെടുത്ത് കഴിഞ്ഞ 65 വർഷമായി ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. മറ്റുള്ളവരുടെ സുഖത്തിന് വേണ്ടി ഒരുപാട് നന്മകൾ ചെയ്യുന്നവരാണ്. പാവപ്പെട്ടവരെ സഹായിക്കുന്നവരാണ്. ഈ നാളുകളിൽ 2 മാസം എന്നെ ആശയപ്പെടുത്തിയത് 2 മാസക്കാലത്തെ 2 മാസം ഏകദേശം 8 ദിവസത്തെയും പരിപാടികളാണ് ഇന്ന് മുതൽ ആരംഭിക്കുന്നത്. എനിക്ക് ഫെബ്രുവരി 8-ാം തീയതിയാണ് ഇത് അവസാനിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 68-70 ദിവസത്തെ പരിപാടികൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഒരുപാട് നന്മ പ്രവർത്തികൾ, പാവങ്ങളെ സഹായിക്കുന്ന ഒരുപാട് നന്മ പ്രവർത്തികൾ നിങ്ങൾ ചെയ്യുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധിയെ അനുഗ്രഹിക്കുകയും ചെയ്യും. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ആ നല്ല ശരീരക്കാരൻ അതിൽ മാറുകയാണ്. തന്റെ സുഖം ഉപേക്ഷിച്ച്, തന്റെ ധനം ഉപേക്ഷിച്ച്, തന്റെ സന്തോഷം ഉപേക്ഷിച്ച്, തന്റെ സമയം പ്രത്യേകിച്ച് കേന്ദ്രീകരിച്ച് ആ ശബരിക്കാരന്റെ ആ കഥ നാം കേൾക്കുമ്പോൾ ആ മനുഷ്യൻ തനിക്ക് ആരെന്നറിയാത്ത, ജാതിയെന്നറിയാത്ത, മതമെന്നറിയാത്ത, തന്റെ പശ്ചാത്തലം അറിയാത്ത ഒരു പാവപ്പെട്ടവനെ അടിച്ചവശനായി കള്ളന്മാരുടെ അടിയേറ്റവിടെ കിടക്കുമ്പോൾ അവനെ അപ്പുറത്ത് കൊണ്ടുപോയി അവനെ കുളിപ്പിച്ച് ശുദ്ധീകരിച്ച് ഭക്ഷണം നൽകി അവനോടൊപ്പം ഒരു ദിവസം താമസിച്ച് ആ സത്രമുള്ളവയ്ക്ക് കാശും കൊടുത്തിട്ട് വീണ്ടും പറയുന്ന ഒരു ചോദ്യമുണ്ട്, ഇതിലും അധികം വല്ലതും വന്നാൽ ഞാൻ തിരികെ വരുമ്പോൾ തന്നുകൊള്ളാം. അതാണ് യഥാർത്ഥ ക്രിസ്തീയ ദൗത്യം. യേശുക്രിസ്തു പഠിപ്പിക്കുന്നതാണ്. നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ നമുക്ക് അതിന്റെ ഒരു സുഖം എന്നുള്ളത് വേറെയാണ്. ആ ദൗത്യം നാം തുടരുകയാണെങ്കിൽ അനുഗ്രഹത്തിന്റെ അധിപതിയായ ദൈവം നമ്മെ അനുഗ്രഹിക്കും. നമ്മുടെ ദൈവം അനുഗ്രഹത്തിന്റെ അധിപതിയാണ്. ബൈബിൾ ഉൾപ്പെടുത്തി മുതൽ ഒരുപാട് പഠിക്കുമ്പോൾ ഉടനീളം കാണാം ദൈവം അനുഗ്രഹത്തിന്റെ അധിപതി. പ്രതിസന്ധികളിൽ നമ്മുടെ കൂടെ ഇരിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഏത് പ്രതിസന്ധിയിലും നമ്മളെ കാത്തുകൊള്ളുന്ന വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ്. ഒരു സംശയം വേണ്ട, നമ്മെ വിളിച്ചിറക്കിയ ദൈവം വിശ്വസ്തനാണ്. ഒരുപക്ഷെ ആരെങ്കിലും പറഞ്ഞിരിക്കാം, നീ വളരില്ല എന്ന് പറയുന്നുവെങ്കിൽ നമ്മെ വളർത്തുന്നത് ദൈവമാണെന്ന്. കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ ഈ അപ്പോസ്തലൻ പൗലോസ്, ഞാൻ നേരത്തെ പറഞ്ഞ 5000 കോടിയുടെ ആവശ്യമുള്ള അപ്പോസ്തലൻ പൗലോസ് പറയുകയാണ്, വളർത്തുന്നത് ദൈവമാണ്. അപ്പോൾ ഞാൻ പൗലോസിന്റെ പക്ഷം അപ്പോസ്തലന്റെ പക്ഷം എന്നൊരു പക്ഷമില്ല. ഒരാൾ കണ്ടു, ഒരാൾ വെള്ളം നനച്ചു, ഒരാൾ വളർത്തി, ഒരാൾ അതിനെ പരിപാലിച്ചു. ഇതൊക്കെ പരിപാലനത്തിനുള്ള അവകാശം മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. പക്ഷേ ഇതൊക്കെ വളർത്തുന്നത് ദൈവമാണെന്നാണ് അപ്പോസ്തലൻ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വേദനകളിലും പ്രതിസന്ധികളിലും നൊമ്പരങ്ങളിലും നമ്മെ കൂടെയിരിക്കുന്ന അനുഗ്രഹത്തിന്റെ അധിപതിയാണ് നമ്മുടെ കർത്താവ്. കഴിഞ്ഞ 65 വർഷക്കാലം നമ്മുടെയൊക്കെ ജീവിതത്തിൽ വേദനകളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ദാരിദ്ര്യവും വന്നുവെങ്കിൽ അവിടെയൊക്കെ പിടിച്ചു നിൽക്കുവാൻ, അവിടെയൊക്കെ കരുതിയ നമ്മളെ മക്കളെ, കുടുംബങ്ങളെ കരുതിയ ഒരു ദൈവമാണ്. ചെങ്കൽ പാതയിലേക്ക് തന്റെ ജനത്തെ നയിക്കുവാൻ, എവിടെയൊക്കെ തന്റെ ജനത്തെ കൊണ്ടുപോകുന്നു അതുവരെ എത്തിക്കുവാൻ നമ്മുടെ ദൈവം സർവശക്തനാണെങ്കിൽ ഇന്ന് പകൽക്കാലം ആ അനുഗ്രഹത്തിന്റെ അധിപതി നമ്മെ വഴിനടത്തും എന്നതിൽ സംശയമില്ല. 80 വർഷങ്ങൾക്ക് മുമ്പ്
തന്റെ പ്രിയപ്പെട്ട കഴിഞ്ഞൂർ പ്രസവത്തിനായി ഒരാൾ അങ്ങനെയുള്ള സർക്കാർ ആശുപത്രിയിൽ കുതിരവണ്ടിയിൽ കൊണ്ടുപോയി. ആശുപത്രിയിൽ എത്തിയപ്പോൾ ഈ കുതിരവണ്ടിക്കാരന് കൊടുക്കാൻ അദ്ദേഹത്തിന്റെ കൈവശം പൈസ ഒന്നുമില്ലായിരുന്നു. കടം പറഞ്ഞേച്ചു. കാരണം പിന്നെ തരാം എന്ന് ആ കുതിരവണ്ടിക്കാരനെ പറഞ്ഞേച്ചു. പ്രസവ വാർഡിൽ ആ പ്രവേശനമില്ല. അവിടെ ആണുങ്ങൾക്ക് രാത്രിയായാൽ നിൽക്കാൻ കഴിയുകയില്ല. ആ മനുഷ്യൻ വീട്ടിലേക്ക് തിരികെ നടക്കുന്നതിന് മുമ്പ് തന്റെ ഭാര്യയെ ഒന്ന് നോക്കി. ആ ഭാര്യയുടെ ദയനീയമായ നോക്കണം. കാരണം വൈദ്യശാസ്ത്രം ഇത്രയധികം പുരോഗമിച്ചിട്ടില്ല. തന്റെ ഭാര്യ തനിക്ക് നഷ്ടപ്പെടുന്നതിന്റെ ഭയം. പലപ്പോഴും കഴിഞ്ഞ പുസ്തകങ്ങളിൽ ഒരുപാട് അമ്മമാർ മരിച്ച അനുഭവമുള്ള ചരിത്രം വരുന്ന ആ മനുഷ്യൻ വളരെ വേദനയോടുകൂടി പിന്തിരിഞ്ഞ് നടന്നു. ഓർമ്മകൾ തന്റെ മനസ്സിലേറ്റിക്കൊണ്ട് വീട്ടിലെത്തി. അദ്ദേഹം ഉറങ്ങാൻ കിടന്നു. പക്ഷേ രാത്രി അദ്ദേഹത്തിന് ഉറക്കം വന്നില്ല. അദ്ദേഹം തിരിഞ്ഞും തറിഞ്ഞുമൊക്കെ കിടന്നു. എന്നിട്ടും അദ്ദേഹത്തിന് ഉറക്കം വന്നില്ല. അദ്ദേഹം തന്റെ പേനയെടുത്തു, ഒരു പേപ്പറെടുത്തു. ഇപ്രകാരം അദ്ദേഹം എഴുതി: വൻപിനകൾ വന്നിടുവിൽ വലയുകയില്ല ഹൃദയം, വല്ലഭം നീയന്റെ ഭയം വന്നിടുന്നു എന്റെ ഭയം. ക്രിസ്തീയ വിശ്വാസികൾക്ക് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട അനുഗ്രഹത്തിൽ ആദിപതിയേ അനന്തകൃപ അനുഗ്രഹത്തിൽ ആദിപതിയേ അനന്തകൃപ വീടുകളിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ കാശില്ലാത്തതുകൊണ്ട് അങ്ങനെയുള്ള സർക്കാർ ആശുപത്രിയിൽ കുതിരവണ്ടിയിൽ തന്റെ ഭാര്യയെ കൊണ്ടുപോയി. ആ കുതിരവണ്ടിക്കാരനോട് പോലും കടം പറഞ്ഞു. തിരിച്ച് വീട്ടിലെത്തുമ്പോൾ വേദനയോടുകൂടി ഈ പാട്ടെഴുതിയ ആ പ്രസംഗിയാരുടെ സുവിശേഷ പോഷണത്തിൽ ഏർപ്പെട്ട ആ പ്രസംഗിയാരുടെ പേരാണ് എം. ചെറിയാൻ. എം. ചെറിയാൻ എന്ന ദേവദാസൻ തന്റെ ഭാര്യയെ തന്നെ നഷ്ടപ്പെട്ടാൽ, തന്റെ കുഞ്ഞിനെ തനിക്ക് നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണമെന്ന ബോധ്യം ആ വരികളിലുണ്ട്. നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ആ ഗാനത്തിലുണ്ട്. കണ്ണുനീരിൽ കുതിർന്ന ആ ഗാനം പിറന്ന ആ രാത്രിയിൽ തന്നെ അദ്ദേഹത്തിന് ഒരു ആൺകുഞ്ഞ് വന്നു. പിന്നെ 8 മക്കളെയും മക്കളുടെ മക്കളെയും അവരുടെ മക്കളെയും കാണുവാൻ ഈ എം. ചെറിയാനുള്ള ദൈവദാസന് ദൈവം, അനുഗ്രഹത്തിന്റെ അധിപതിയായ ദൈവം ഈ കുടുംബത്തെ അനുഗ്രഹിച്ചു നന്മ ചെയ്തു എന്നാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോ ഞാൻ എന്തുകൊണ്ട് നിങ്ങളോട് പറഞ്ഞു എന്ന് ചോദിച്ചാൽ, നമ്മുടെ പ്രയാസങ്ങളിൽ, വേദനകളിൽ, ബുദ്ധിമുട്ടുകളിൽ ഈ അനുഗ്രഹത്തിന്റെ അധിപതിയായിരിക്കുന്ന ദൈവം സമൃദ്ധിയായി ഈ നാളുകളിൽ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ എന്തോ ഒരു കുറവുണ്ട് എന്നുള്ളത് സത്യമാണ്. എന്തോ ഒരു കുറവ് നമുക്ക് ഫീൽ ചെയ്യുന്നത് എനിക്കറിയത്തില്ല. മദർ തെരേസ ഒരിക്കൽ പറഞ്ഞു, ഞാൻ വിദേശത്ത് ലോകത്ത് വന്ന് ഒരുപാട് സ്കൂളുകൾ കുട്ടികൾക്ക് വേണ്ടി ആദ്യാലയങ്ങൾ അവർക്ക് പത്രം നൽകി, അവർക്ക് ഭക്ഷണം നൽകി, അവർ വിദ്യാഭ്യാസം നൽകി. പക്ഷെ ഇതൊന്നും അല്ല. വസ്ത്രമില്ലായ്മയല്ല ദാരിദ്ര്യമാണ് കണ്ടത്, ഭക്ഷണമില്ലായ്മയല്ല ഞാൻ ദാരിദ്ര്യമാണ് കണ്ടത്, വീടില്ലാത്തതല്ല ഞാൻ ദാരിദ്ര്യമാണ് ആയിട്ട് കണ്ടത്. ഞാൻ കണ്ടത് ഏറ്റവും വലിയ ദാരിദ്ര്യം എന്ന് പറയുന്നത് ബന്ധങ്ങളിലെ ദാരിദ്ര്യമാണ്. ഞാൻ ദാരിദ്ര്യമാണ് കണ്ടത്, ബന്ധങ്ങളിലെ ദാരിദ്ര്യം. ഒന്ന് നോക്കിയാൽ ശരിയല്ലേ? ഇന്ന് ഇവിടെ കുറച്ചുകൂടെ ഇരിക്കുകയാണ്. ഇവിടെ എനിക്ക് അറിയത്തില്ല, അച്ഛൻ എഴുതുന്നുണ്ട്. നമ്മുടെ പള്ളിയിലേക്ക് ആരാൻ കഴിയുമ്പോൾ ആൾക്കാർ പണം കൊണ്ടുപോലെ പോകും, നിൽക്കില്ല, ഒരു നിമിഷം പോലും നിൽക്കില്ല. 8 മണിക്ക് 6 മണി 8 മണിക്ക് എത്തും. 10 മണി എന്നൊരു സമയമുണ്ടെങ്കിൽ എവിടെയോ പോവുകയാണ്. പരസ്പരം ഒരു ബന്ധമില്ല, പരസ്പരം ഒരു സംസാരമില്ല. അതിലിപ്പോ ചായ കടിയായിരിക്കാം, 5 മിനിറ്റ്, എന്നാലും അതിൽ നിന്ന് കുതിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് എവിടേക്കാണ് നമ്മൾ പോക്കെന്നറിയത്തില്ല. അത് പ്രിയപ്പെട്ട ഒരുപാട് അപ്പനമ്മമാരുണ്ട്. എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, ഇനി നിങ്ങൾക്ക് വേണ്ടി ജീവിക്കണം, നിങ്ങൾക്ക് വേണ്ടി ജീവിക്കണം, പരസ്പരം സംസാരിക്കണം. ഇന്ന് വൃദ്ധസദനങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ചില മാസങ്ങൾക്ക് മുമ്പുള്ള ഒരു മലയാള പത്രത്തിലെ കാര്യങ്ങൾ അപ്പനെ ഉപേക്ഷിച്ച്
കുണ്ടലാപ്പാടിൽ കൊടിയടിച്ച് ഇന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി അവരെ വേറെ ഫോമിലേക്ക് മാറ്റുന്ന ഒരു സീൻ ഞാൻ പത്രത്തിൽ വായിച്ചു. അതുകൊണ്ട് ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ആരുമില്ല. ഒരു ഇപ്പോഴത്തെ കൊച്ചു പിള്ളേർക്കൊക്കെ എങ്ങനെയാണ് വെറ്റിലാണെങ്കിൽ 8 കളഞ്ഞ് ചുണ്ടാമ്പതേക്കുമ്പോൾ ഡോക്ടർ എങ്ങനെയാണ് ചമ്മന്തി ഉണ്ടാക്കണം, ബോംബ് ഉണ്ടാക്കണം, അപ്പനെയൊക്കെ എന്ത് ഉണ്ടാക്കാനുള്ള സാധനം അവർക്ക് കൈമാസുള്ള സാധനം ഉണ്ടല്ലേ. ഇൻസ്റ്റാഗ്രാമായാലും വാട്സാപ്പായാലും ഫേസ്ബുക്കിലായാലും പറയുന്നില്ല. ഒരുപാട് കൈമാസുള്ള സാധനമുണ്ട്. പക്ഷേ 40 വയസ്സ് കഴിയുന്നൊന്നും ഇല്ലാത്ത നമ്മുടെ ഇവിടെ ഇരിക്കുന്ന അമ്മമാരുടെ അപ്പന്മാരുടെ ഒരവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കി. അവരോട് സംസാരിക്കാനായിരുന്നു. എൻ്റെ അച്ഛൻ മാസം ഒരു വിസിറ്റിങ്ങിന് പോകുമ്പോൾ അതൊരു അവസരമാണ്. ഞാൻ കോട്ടയത്തിലെ ഈ സ്റ്റുഡൻസ് പോലീസ് കാലത്തിൽ നോഡൽ ഓഫീസറോട് ബുദ്ധി പോലീസിൻ്റെ 63 സ്കൂളിൽ ഒരു ബുദ്ധി പോലീസുണ്ട്. ഞാൻ ഈ സിറോ മലബാർ സഭയായിട്ട് ചേർന്നുള്ള ഒരു സ്കൂളിൽ ഇങ്ങനെ ഒരു പാസ്പോർട്ട് പരിപാടി വിസിറ്റ് അതിഥിയായിട്ട് കഴിയുമ്പോൾ അച്ഛൻ്റെ അരമനയിലേക്ക് കാപ്പിടിക്കാൻ വിളിച്ചു. അപ്പോൾ ഞങ്ങൾ സംസാരിച്ചു. അപ്പോൾ ഞാൻ അച്ഛൻ്റെ എത്ര അച്ഛനുണ്ട് സഹായിച്ചിട്ടുണ്ട്, എത്ര കുടുംബമുണ്ട്, 900 കുടുംബമുണ്ടെന്ന്. അപ്പോൾ അച്ഛനോട് പറഞ്ഞ സാറേ കുടുംബങ്ങളുണ്ടെങ്കിൽ എല്ലാവരും പ്രായമുള്ളവരാണ്, മക്കളുണ്ടെങ്കിൽ എല്ലാവരും വിദേശത്താണ്. അപ്പോൾ അത് വിസിറ്റിങ്ങിനെ പോകാറുണ്ടെന്ന് ചോദിച്ചു. അച്ഛൻ പറഞ്ഞാൽ പോകാറുണ്ട് സാറേ, പക്ഷേ ഒരു 6 മാസം കഴിഞ്ഞ് ഇവരെ കണ്ടുവരുമ്പോൾ ഞാൻ എന്താ ഒരു വീട്ടിൽ പോയാൽ 4 മണിക്ക് ഇറങ്ങിയാലും 9 മണിയായാലും ഒരു 5 കിലോമീറ്റർ പോകാൻ കഴിയുന്നില്ല സാറേ. ഇവരെന്നെ വിടത്തില്ല. അവരുടെ വേദനകളും നൊമ്പരങ്ങളും കേൾക്കുവാൻ ആരുമില്ല. അതുകൊണ്ട് ഇവരെന്നെ വിടാനില്ല. അതുകൊണ്ട് ഞാനവിടെ ഇരുന്ന് നമ്മുടെ വിഷമതകൾ കേൾക്കുന്ന അച്ഛൻ പറയുകയുണ്ടായി. ഇത് സത്യമല്ലേ, നമ്മുടെ വിഷമതകളും നൊമ്പരങ്ങളും കേൾക്കുവാൻ ആരുമില്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, ഇനി തൊഴിലുറപ്പിലൊക്കെ പോകുന്നതിനെ കാണുമല്ലേ, തൊഴിലുറപ്പിൽ പോകുന്നതിന് ജോലി പോലെ കാണും. നിങ്ങൾക്ക് സമ്മതം ഉണ്ടെന്ന് തോന്നുന്നു. ഇനി നിങ്ങൾക്ക് വേണ്ടി ജീവിക്കണം. നല്ല വീട്ടിൽ പോകണം, നല്ല ഡ്രസ്സ് ഇടണം, നല്ല വസ്ത്രം ധരിക്കണം. അതുകൊണ്ട് കുറച്ച് ദിവസമൊക്കെ ജീവിക്കും. ബൈബിളെല്ലാം കുറച്ച് നേരെയാൽ 70 ദിവസം ആദ്യത്തെ പറഞ്ഞല്ലോ. പിന്നെ കഷ്ടം ഇവരുടെ 40-20 BP ഷുഗറും കൊളസ്ട്രോളും പിടിച്ച് അല്ലേ, അതല്ലേ നമ്മുടെ അവസ്ഥ. അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ജീവിക്കണം, മക്കൾക്ക് വേണ്ടി എന്നുള്ളത് നിങ്ങൾക്ക് കൂടെ വേണ്ടി സന്തോഷത്തോടെ കേട്ടോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ ആ ബന്ധങ്ങളിലാകട്ടെ പരസ്പരം ബന്ധത്തിന്റെ ഊഷ്മളത അത് കിട്ടുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ ക്രിസ്ത്യാനിയെ കിട്ടുന്നത് നില്ലെന്ന് പറയില്ല. ആഴ്ചയിൽ 1 ദിവസമെങ്കിലും നിങ്ങൾ ആരെങ്കിലും വരുമ്പോൾ ഈ കൂട്ടായ്മ ബന്ധത്തിൽ വരുമ്പോൾ ഈ ബന്ധത്തിന്റെ ദാരിദ്ര്യം കുറച്ചെങ്കിലും കുറയുന്നത് വേറെ ഒരു വിശ്വാസത്തിരിക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ക്രൈസ്തവരായിരിക്കുന്ന നമുക്ക് കിട്ടുന്ന ഈ ബന്ധങ്ങളിലെ ഊഷ്മളത, ബന്ധങ്ങളിലെ ദാരിദ്ര്യം നമ്മൾ അനുഭവിക്കുന്നത് കുറവാണ്. ആഴ്ചയിൽ 1 ദിവസങ്ങളിലൂടെ വരുമ്പോൾ ബന്ധുക്കളെ കാണുന്നു, സ്വന്തക്കാരെ കാണുന്നു, പരസ്പരം സംസാരിക്കുന്നു. ഈ ഊഷ്മളത നിലനിൽക്കുവാൻ 65ാം സഭാവാർഷികങ്ങൾ ആഘോഷിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നന്മകളുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടി ക്ഷണിച്ച അച്ഛനും കുടുംബത്തിനും നിങ്ങൾ ഒന്നുകൂടെ നന്ദി അർപ്പിച്ചുകൊണ്ട് ക്രിസ്മസിന്റെ സന്തോഷ നാളുകളിലേക്കും പുതുവർഷത്തിലേക്കും നിങ്ങൾക്ക് നന്മകൾ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് 65ാം സഭാദിന ആഘോഷങ്ങൾ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന എല്ലാ പ്രോഗ്രാമുകളും സർവശക്തനായ ദൈവം, അനുഗ്രഹത്തിന്റെ അധിപതിയായ ദൈവം ഏറ്റവും സന്തോഷത്തോടെ നമ്മുടെ ഭവനങ്ങളിൽ ഏതൊരുവിധ ദുഃഖങ്ങളും പ്രയാസങ്ങളും ഇല്ലാതെ നന്മയായി ചെയ്യുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് നിങ്ങൾ ഏവരുടെയും അന്നത്തോടുകൂടി ഈ 65ാം സഭാദിന ആഘോഷങ്ങളിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആരംഭിച്ചതായി നടന്നുകൊണ്ടിരുന്ന ആശംസകൾ അറിയിക്കുന്നു. ദൈവം സമൃദ്ധി അനുഗ്രഹിക്കട്ടെ. ആമേൻ.